ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂവിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ വർഷേനെയും ശ്രീകാന്തിനെയും രേവതിയും ശ്രുതിയൊക്കെ കൂടിയിട്ട് ആരത്തേക്ക് ഒഴിഞ്ഞ് വീട്ടിലേക്ക് കയറ്റാൻ നിൽക്കുന്ന സമയത്ത് രവിയേട്ടൻ്റെ മുഖം വല്ലാതെ ഒരു മൗനത്തിലേക്ക് പോവുകയാണ്. അത് കണ്ടിട്ട് ശ്രീകാന്തിന് വല്ലാത്ത സങ്കടം തോന്നിയിട്ട് ശ്രീകാന്ത് ഓടി പോയിട്ട് അച്ഛൻ്റെ കാലിലേക്ക് അങ്ങോട്ട് വീഴുകയാണ്. എന്നിട്ട് അച്ഛനോട് പറയണം, അച്ഛൻ എന്നോട് ക്ഷമിക്കുക അച്ഛാ എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരയാണ്. അത് കാണുമ്പോൾ രവിയേട്ടൻ്റെ മനസ്സാകെ അങ്ങനെ അലിക്കുകയാണ് കേട്ടോ. രവിയേട്ടൻ എന്ത് ചെയ്യും, ആ കണ്ണട അങ്ങോട്ട് ഊരിയിട്ട് ശ്രീകാന്തിൻ്റെ തലയിൽ ഇങ്ങനെ ഒന്ന് തലോടുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ വർഷയും വന്നിട്ട് രവിയേട്ടൻ്റെ കാലിൽ വീഴാണ്. അപ്പോൾ രണ്ടുപേരെയും അനുഗ്രഹിച്ചിട്ട് രവിയേട്ടൻ ഇങ്ങനെ എണീപ്പിക്കുകയാണ്. അപ്പോൾ രവിയേട്ടൻ അവരോടുള്ള ദേഷ്യമൊക്കെ മാറി കേട്ടോ. പിന്നീട് നമ്മുടെ ശ്രീകാന്തും വർഷയും സോഫയിലൊക്കെ ഇരുന്ന് ചായയൊക്കെ കുടിച്ചിങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്തു പോയ സച്ചി തിരിച്ചു വരികയാണ്. സച്ചി തിരിച്ചു വരുന്ന സമയത്ത് ശ്രീകാന്തും വർഷയും സംസാരിച്ചിരിക്കുന്ന ആ രംഗമാണ് കാണുന്നത്. സച്ചിയുടെ സകല നിയന്ത്രണവും പോയിട്ട് സച്ചി പറയണ, എണീക്കടാ, നിന്നോട് ആരാടാ അവിടെ കയറി വന്നിരിക്കാൻ പറഞ്ഞത്, നിൻ്റെ കാല് ഞാൻ തല്ലി ഓടിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ, ഇറങ്ങിപ്പോടാ എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞത്. സച്ചി ഇങ്ങനെ പൊട്ടിത്തെറിക്കണം. സച്ചിയുടെ നിയന്ത്രണം മുഴുവൻ പോയി. അപ്പോഴേക്കും നമ്മുടെ വർഷയ്ക്കാകെ പേടിയായി തുടങ്ങി. കാരണം ഇനി വർഷയുടെ മുന്നിൽ വെച്ചിട്ട് ശ്രീകാന്തിന് തല്ലുമോ എന്നുള്ളത് വരെ തോന്നി തുടങ്ങി. അപ്പോഴേക്കും വർഷയുടെ അമ്മ ഇടപെട്ടു. വർഷയുടെ അമ്മ ഇടപെട്ടിട്ട് പറയാണ്, നീ എന്തിനാണ് കിടന്നിങ്ങനെ കാരണത്, അവനോട് ദേഷ്യപ്പെടാൻ നിനക്ക് എന്താണെന്നുള്ളത്, നിൻ്റെ ഭാര്യയ്ക്ക് ഇവിടെ എന്ത് അർഹതയുണ്ടോ അതേപോലെ തന്നെ എൻ്റെ മോൾക്കും ഉണ്ട്, കാരണം ഇനി ഇവർ ഇവിടെയാണ് ജീവിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഡയലോഗുകളൊക്കെ അടിക്കുകയാണ്.